ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 42 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്കിന് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് കറിവേപ്പിലാണ്. ഓക്കെ, ഒരു പിടി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇല വെറ്റിലയാണ്. ഓക്കെ, വെറ്റില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കറ്റാർ വാഴ, ഒരു തണ്ട് കറ്റാർ വാഴ. എൻ്റെ മുടിയുടെ നീളം അനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ കറ്റാർ വാഴ എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് കുറച്ച് ചെമ്പരത്തി ഇലകളാണ്. ഓക്കെ, ഇല അത് 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഹെയർ പാക്കിന് വേണ്ടിയത് ഇത് ഒരു 2 മുട്ട കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ. ഓക്കെ, ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് മെയിനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് തലയിലത്തെ ഇൻഫെക്ഷൻ മാറ്റാനും പിന്നെ ചൊറിച്ചിൽ, മുടി കൊഴിച്ചിലും പിന്നെ താരനകറ്റാനും സഹായിക്കും കേട്ടോ. ഇങ്ങനെ എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ വേർപിടിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് ബാത്റൂമിൽ നിന്നിട്ട് ഹെയർ പാക്ക് തലയിൽ ഒട്ടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും ലിക്വിഡ് ആവരുത് കേട്ടോ. സാധാരണ മുടി കൊഴിച്ചിലുണ്ടാവും, അതൊന്നും പ്രശ്നമാക്കണ്ട. കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദിവസമായി ഞാൻ ഒരു ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ. നിങ്ങൾക്ക് മാസത്തിലിത് ഒരിക്കൽ മാത്രം തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. തലയോട്ടിലും പിന്നെ ഇത് മുടിയിലും ഒക്കെ ആയിട്ട്. ഞാൻ തലയോട്ടിലും മാത്രമേ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ മുടിയിൽ ലെങ്ത്ത് അനുസരിച്ചിട്ട് എല്ലാം ടിപ്പ് വരെ എല്ലാം തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഇതൊരു 20 മിനിറ്റ് വിട്ട് കഴുകി കളയാവുന്നതാണ്. പിന്നെ ഞാൻ നാളെ എൻ്റെ മുടിയുടെ ഒരു റിസൾട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഒരുപാട് ഷെയർ ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടതുടനെ. ഓക്കെ, ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.